ഇൻഡക്ഷൻ കുക്കറിൽ പാചകം ചെയ്യാൻ എല്ലാവർക്കും അറിയാം. എന്നാൽ അതിൻ്റെ ഉള്ളിലുള്ളത് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് നമുക്കൊന്ന് പരിചയപ്പെടാം. നമ്മുടെ ഇന്നത്തെ വീഡിയോ അതിനെ പറ്റിയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അടിച്ചൊന്ന് സപ്പോർട്ട് അറിയിക്കുക. ഇൻഡക്ഷൻ കുക്കറിൽ കുക്ക് ചെയ്യുന്നവരാണ് മിക്കവരും. പക്ഷേ അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളെപ്പറ്റി ജസ്റ്റ് ഒന്ന് നോളജ് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് തന്നെ വീട്ടിലിത് തന്നെ റിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള ഭാഗങ്ങളെപ്പറ്റി ജസ്റ്റ് ഒന്ന് പഠിക്കാം. ഒരു ഇൻഡക്ഷൻ കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴുള്ള ആദ്യത്തെ വ്യൂ എന്ന് പറയുന്നത് ഇതാണ്. ഇതിൻ്റെ ഉള്ളിലെ കമ്പോണൻസ് നമുക്ക് ഓരോന്നും പ്രത്യേകം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയെടുക്കാം. കമ്പോണൻസിലെ ആദ്യത്തെയാണ് ഇതിൻ്റെ സ്വിച്ചിങ് PCB. സ്വിച്ചിങ് PCBൻ്റെ വർക്കിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ബട്ടൺ ഞെക്കുമ്പോൾ ആ ബട്ടൺ ഏതാണ് നമ്മൾ പ്രസ് ചെയ്തിരിക്കുന്നതെന്ന് കമാൻഡ് കൊടുക്കാനാണ് നമ്മൾക്ക് ഈ സ്വിച്ചിങ് PCB യൂസ് ചെയ്യുന്നത്. ഈ സ്വിച്ചിങ് PCB തന്നെയാണ് ഇതിൻ്റെ ഡിസ്പ്ലേയും വരുന്നത്. 7 സെഗ്മെൻറ്റ് ഡിസ്പ്ലേ ആണ് ഇതിന് ഉപയോഗിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു സ്വിച്ചിങ് PCBൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. സ്വിച്ച് എല്ലാം തന്നെ ടച്ച് ആയതുകൊണ്ട് ആ ടച്ച് സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ മേൽഭാഗത്ത് നിൽക്കുന്ന സ്പ്രിങ് യൂസ് ചെയ്യുന്നത്. ഈ PCB നിന്നാണ് മെയിൻ PCBയിലോട്ട് കമാൻഡ് പോകുന്നത്. ആ കമാൻഡ് ഡീകോഡർ ചെയ്യാനുള്ള ഒരു ഐസിയും ഈ സ്വിച്ചിൽ കാണാൻ പറ്റുന്നതാണ്. അതായത് 7 സെഗ്മെൻറ്റ് താഴെ ഡിസ്പ്ലേയിൽ തൊട്ട് താഴെയായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇൻഡക്ഷൻ കുക്കറിലെ മറ്റൊരു പ്രധാന ഘടകമാണ് കൂളിംഗ് ഫാൻ. ഈ കൂളിംഗ് ഫാനിൻ്റെ പ്രവർത്തനം നിന്നിട്ടുണ്ടെങ്കിലും ഇത് കംപ്ലൈൻ്റ് ആകാൻ ചാൻസ് വളരെ കൂടുതലാണ്. മറ്റൊരു മെയിൻ ഘടകമാണ് ഇതിൻ്റെ മെയിൻ മദർ PCB. ഈ മദർ PCBയിൽ തന്നെയാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് പോകുന്ന സിഗ്നൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ബസറും ഇരിക്കുന്നത് ഈ മെയിൻ PCB തന്നെയാണ്. ഏറ്റവും കൂടുതൽ കംപ്ലൈൻറ്റ് വരുന്നതും ഈ മെയിൻ PCB തന്നെയാണ്. നമുക്ക് ഈസി ആയിട്ട് ട്രബിൾഷൂട്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്ന കമ്പോണൻസാണ് ഇതിൻ്റെ അകത്തുള്ളത്. കാരണം SMD കമ്പോണൻസ് വളരെ കുറഞ്ഞൊരു PCB ആണ് ഇതിൻ്റെ മെയിൻ PCB എന്ന് പറഞ്ഞത്. ഈ മെയിൻ PCB തന്നെയാണ് ഇൻഡിക്കേഷൻ ട്യൂൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബസറുള്ളത്. ഇതിനുള്ളിലുള്ള ഹീറ്റിംഗ് കോയിൽ ഓവർ ഹീറ്റായിട്ട് ഫയർ ആകാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കമ്പോണൻ്റാണ് ഇതിൻ്റെ അകത്തെ തെർമൽ ഫ്യൂസ്. ഈ തെർമൽ ഫ്യൂസ് കംപ്ലൈൻ്റ് ആകുന്ന വഴിയാണ് ഏറ്റവും കൂടുതൽ ഇൻഡക്ഷൻ കുക്കർ ഡെഡ് കണ്ടീഷനിലോട്ട് പോകുന്നത്. കറക്റ്റായിട്ടുള്ള ഇതേ ഡിഗ്രിയിലുള്ള തെർമൽ ഫ്യൂസ് റീപ്ലേസ്മെൻറ്റ് ചെയ്യുന്ന വഴി നമുക്ക് ആ പ്രോബ്ലം സോൾവ് ചെയ്യാവുന്നതാണ്. മറ്റൊന്നാണ് ഹീറ്റ് കൂട്ടാനും കുറയ്ക്കാനും ഉപയോഗിക്കുന്ന റോട്ടറി സ്വിച്ച്. റോട്ടറി സ്വിച്ച് ഒരു PCBയിലാണ് ബിൽഡായിട്ട് വരുന്നത്. ഇതിൻ്റെ ഉള്ളിലോട്ട് വയറാണ് മെയിൻ PCBയിലോട്ട് പോകുന്നത്. Myelectroയുടെ പുതിയൊരു വീഡിയോയിൽ കാണുന്നത്